ന്യൂസ് പ്ലസിലേക്ക് സ്വാഗതം. നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ്റെ മണ്ഡലത്തിൽ നടന്ന ഒരു സംഭവമാണ് ഇന്നത്തെ എപ്പിസോഡ്. കണ്ണൂരിലെ മമ്പറം കായലോട് പറമ്പായി പള്ളിക്ക് സമീപം നടന്ന ഒരു വിഷയമാണ്. ഇവിടെ റസീന എന്ന് പറയുന്ന ഒരു സ്ത്രീ, 40 വയസ്സുണ്ട്. ഈ സ്ത്രീ കഴിഞ്ഞ ചൊവ്വാഴ്ച ആത്മഹത്യ ചെയ്തു. ആത്മഹത്യ ചെയ്തതിൻ്റെ പിന്നിൽ ചില പ്രേരക ഘടകങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞാൽ, റസീദയെ സംബന്ധിച്ചിടത്തോളം ഒരു ഇഷ്യൂ ഉണ്ടായി. ആ ഇഷ്യൂ ഞായറാഴ്ച ദിവസം ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് കായലോട് അച്ചങ്കരപ്പള്ളിക്ക് സമീപം മയ്യിൽ സ്വദേശിയായ ഒരു ബോയ് ഫ്രണ്ടുമായി ഈ 40 വയസ്സുകാരി അരികിൽ ഇരിക്കുകയായിരുന്നു. പിന്നീട് വന്ന വാർത്ത കാറിനകത്ത് തന്നെ ഇരിക്കുകയായിരുന്നു എന്നുള്ളതാണ്. ബോയ് ഫ്രണ്ടുമായിട്ടാണ് ഇരുന്നത്. വിവാഹിതയായ ഈ സ്ത്രീക്ക് ഇങ്ങനെ ഒരു ബോയ് ഫ്രണ്ട് ഉണ്ട് എന്നുള്ള കാര്യം വീട്ടുകാർക്കാർക്കും അറിയില്ല. 2 ദിവസം മുമ്പാണ് അറിഞ്ഞത് എന്നുള്ളതാണ് ലഭിച്ച വിവരം. എന്തായാലും ഇങ്ങനെ ഒരു ബോയ് ഫ്രണ്ടും ഒത്ത്, ഒരു കാമുകനും ഒത്ത് ഈ കാറിൽ അരികിൽ ഇരിക്കുന്ന ഈ സ്ത്രീയെ അവരുടെ ബന്ധുക്കളിൽ ചില ബന്ധുക്കളായ യുവാക്കൾ തന്നെ, അവർ ആരൊക്കെയാണെന്നും കൂടി പറയാം. മുബഷീർ, അയാൾക്ക് 28 വയസ്സുണ്ട്. ഫൈസൽ 34 വയസ്സുണ്ട്. അഫ്നാസ് 24 വയസ്സുണ്ട്. ഇവർ ചേർന്ന് ഈ ചെറുപ്പക്കാരനെയും ഈ സ്ത്രീയെയും പിടിച്ചെഴുന്നേൽപ്പിച്ചു, അഥവാ കാറിൽ നിന്നും പുറത്തേക്ക് വലിച്ചിറക്കി. തുടർന്ന് ഈ സ്ത്രീയെ, റസീദയെ, ഈ ബന്ധുവായ ഒരു യുവാവ് സ്കൂട്ടറിൽ കയറ്റി അവരുടെ വീട്ടിലേക്ക് കൊണ്ടാക്കി. എന്നിട്ട് തിരിച്ചെത്തി. 3 പേരും ചേർന്ന് ഈ ബോയ് ഫ്രണ്ടിനെ കൈകാര്യം ചെയ്തെന്ന് പറഞ്ഞാൽ പൊതിര തല്ലി എന്ന അർത്ഥം. സദാചാര പോലീസ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. നാട്ടിൽ നടക്കുന്ന സ്ത്രീ പുരുഷ ബന്ധങ്ങൾ അനാശാസ്യ തരത്തിലുള്ളതാണെങ്കിൽ, അല്ലെങ്കിൽ നിയമവിധേയമല്ലാത്തതാണെങ്കിൽ അതിൽ ഇടപെടുന്ന ഒരു രീതിയാണ് സദാചാര പോലീസ്. അത് ചില വ്യക്തികൾ തന്നെ സ്വയം സദാചാര പോലീസ് ചമഞ്ഞ് ഇത്തരത്തിലുള്ള ചില വിക്രിയകൾ കാട്ടുന്നുണ്ട്. നിയമവിധേയമല്ലാത്ത കാര്യമാണ് ഇവരും ചെയ്യുന്നത്. ഏതെങ്കിലും സ്ത്രീയും പുരുഷനും ഒരുമിച്ച് എവിടെയെങ്കിലും ഇരുന്നാൽ, കാമുകന്മാർ ഒരുമിച്ചിരുന്നാൽ അതിനെയൊക്കെ ചെന്ന് ഇടപെട്ട് അവരെയൊക്കെ പിരിച്ചുവിടാനും തല്ലാനും സദാചാര പോലീസിനൊന്നും ഒരു നിയമവും അധികാരം കൊടുത്തിട്ടില്ല. ഇല്ലാത്ത അധികാരം ഉപയോഗിച്ച് ഇത്തരത്തിലുള്ളൊരു വിക്രിയ കേരളത്തിൽ പല സ്ഥലങ്ങളിലും നടത്തുന്നുണ്ട്. ഇവിടെ ഇത് ചെയ്തത് ഒരു പാർട്ടിയിൽപ്പെട്ട ആളുകളാണ്. SDPI എന്ന് പറയുന്ന ഒരു പാർട്ടിയിൽപ്പെട്ട 3 പേരാണ് എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ. ഈ ബോയ് ഫ്രണ്ടിൻ്റെ മൊബൈൽ ഫോണും ടാബ്ലറ്റും ഒക്കെ ഇവർ പിടിച്ചെടുക്കുകയും ചെയ്തു. പൊതിര തല്ലിയതിന് ശേഷം ഇയാളെ SDPIയുടെ ഓഫീസിലേക്കാണ് കൊണ്ടുപോയതെന്ന് പറയപ്പെടുന്നു. അവിടെ 10 മണിവരെ, രാത്രി 10 മണിവരെ ഈ ബോയ് ഫ്രണ്ടിനെ അവിടെ തന്നെ കസ്റ്റഡിയിൽ വെച്ചു. തുടർന്ന് ബന്ധുക്കളെ വിവരം അറിയിച്ചു. ബന്ധുക്കൾ എത്തിയതിന് ശേഷമാണ് ഇയാളെ വിട്ടുകൊടുത്തത്. ഏകദേശം 5 മണിക്കൂറോളം ഈ SDPIയുടെ ഓഫീസിലാണ് ഇയാൾ ഇരിക്കേണ്ടി വന്നത്. നന്നായി കൈകാര്യം ചെയ്തു എന്നുള്ളതാണ് പോലീസ് റിപ്പോർട്ട്. ഇതാണ് നടന്ന സംഭവം. പക്ഷേ ഇതിനകത്ത് തുടർന്ന് വന്ന ചില റിപ്പോർട്ടുകൾ കാണിക്കുന്നത്, ഈ സംഭവത്തിന് ശേഷം ഞായറാഴ്ച സംഭവം നടന്നു. ചൊവ്വാഴ്ച റസീന ആത്മഹത്യ ചെയ്തു. റസീന ആത്മഹത്യ ചെയ്തതിന് ശേഷമുള്ള ആത്മഹത്യാ കുറിപ്പിൽ കണ്ടത് ഈ സദാചാര പോലീസ് തന്നെ ആക്ഷേപിച്ചു, നിന്ദിച്ചു, പരസ്യമായി അധിക്ഷേപിച്ചു. അതുകൊണ്ടാണ് താൻ ആത്മഹത്യ ചെയ്തത് എന്നുള്ളതാണ്. തുടർന്നാണ് പോലീസ് ഈ 3 പേരെയും കസ്റ്റഡിയിലിടുന്നത്. ഇപ്പോഴും പോലീസ് ആ സമീപ പ്രദേശത്ത് CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. കാരണം ഇനിയും മറ്റാരെങ്കിലും ഈ സംഭവത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നറിയുന്നതിന് വേണ്ടിയാണ്.
എന്തായാലും അതും കൂടിയാകുമ്പോൾ കൂടുതൽ പേർ അറസ്റ്റിലാകും. പക്ഷേ ഇവിടെ ഒരു ട്വിസ്റ്റ് സംഭവിച്ചതാണ് ഈ എപ്പിസോഡിൽ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്ന ഒരു കാര്യം. ഈ റസീന എന്ന് പറയുന്ന ആത്മഹത്യ ചെയ്ത 40 വയസ്സുകാരിയുടെ മാതാവ് പറയുന്നത്, ഈ സദാചാര പോലീസ് എന്ന് പറഞ്ഞ് ആക്രമിച്ചതൊക്കെ ഞങ്ങളുടെ ബന്ധുക്കളാണ്, ഇവരെല്ലാം നല്ലവരാണ്, ഇവർ ഇതിൽ ഇടപെട്ടത് എന്ന് പറഞ്ഞാൽ ഈ സ്ത്രീയെ നേർവഴിക്ക് നടത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ്. ഈ റസീന എൻ്റെ മകളാണെങ്കിലും കഴിഞ്ഞ കുറേ നാളുകളായി ഈ ചെറുപ്പക്കാരൻ്റെ കസ്റ്റഡിയിലാണ് എന്ന് പറഞ്ഞാൽ അയാളുമായി നല്ല അടുപ്പത്തിലാണ്. അതിനുശേഷം എല്ലാവരോടും ദേഷ്യത്തോടെ പെരുമാറുന്ന ഒരു അവസ്ഥയാണ് റസീനയ്ക്ക് ഉണ്ടായിരുന്നത്. റസീനയ്ക്ക് ധാരാളം സ്വർണമുണ്ടായിരുന്നു. കല്യാണം കഴിപ്പിച്ച് കൊടുക്കുമ്പോൾ 40 പവൻ്റെ സ്വർണം കൊടുത്താണ് വിവാഹം കഴിപ്പിച്ചത്. പക്ഷേ ഇപ്പോൾ റസീനയുടെ പക്കൽ ഒരു തരി സ്വർണം പോലും ഇല്ല. ധാരാളം കടവും വാങ്ങിക്കൂട്ടിയിരിക്കുന്നു. മരണപ്പെട്ടതിന് ശേഷം കടം വാങ്ങിയ ആളുകളെല്ലാം അത് തിരികെ ചോദിച്ചുകൊണ്ട് മാതാവിൻ്റെ അടുക്കലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ റസീനയുടെ മാതാവിൻ്റെ ആക്ഷേപം എന്ന് പറഞ്ഞാൽ ഈ ബോയ് ഫ്രണ്ട് ആണ് ഈ സ്വർണം മുഴുവൻ റസീനയിൽ നിന്നും തട്ടിയെടുത്തത്, പണവും തട്ടിയെടുത്തു. ഇയാൾ ലോഹ്യം കൂടിയത് മുഴുവൻ ഈ പണവും ഗോൾഡും തട്ടിയെടുക്കുന്നതിന് വേണ്ടിയാണ് എന്നുള്ളതാണ് മാതാവ് പറയുന്നത്. പലവട്ടം ഇയാളുടെ കൂടെ റസീന കാറിൽ കയറി പോകുന്നത് പലരും കണ്ടിട്ടുണ്ട്. അത് ഒക്കെ തന്നെ പലവട്ടം ഈ കുട്ടിയോട് വിലക്കിയിട്ട് പോലും ആ പെണ്ണ് ഇതൊന്നും മൈൻഡ് ചെയ്യാതെ ആ ചെറുപ്പക്കാരനുമായി കൂടുതൽ അടുപ്പം ഉണ്ടാക്കുകയാണ് ചെയ്തത്. അതിൽ നിന്നും പിന്മാറാൻ ഒരിക്കൽ പോലും ഈ സ്ത്രീ തയ്യാറായിട്ടില്ല എന്ന് മാതാവ് തന്നെ പറയുന്നു. ഈ ബന്ധുക്കൾ ഒരു പക്ഷേ ഇനി മാതാവിൻ്റെ അനുവാദത്തോടു കൂടിയോ അറിവോടുകൂടിയാണോ ഇതിൽ ഇടപെട്ടത് എന്നുള്ള കാര്യം ഇനി വരുംകാലത്തെ അറിയുകയുള്ളൂ. പക്ഷേ ഇത്തരത്തിൽ ഒരു സ്ത്രീക്ക് ഒരു ബോയ് ഫ്രണ്ട് ഉണ്ടാവുകയാണെങ്കിൽ ആ ബോയ് ഫ്രണ്ടിനെ സംബന്ധിച്ചിടത്തോളം അയാളും ഈ സ്ത്രീയും തമ്മിൽ ഇടപഴകുന്നത് മറ്റ് ആർക്കെങ്കിലും ദുസ്സഹമാണെങ്കിൽ അതിന് നിയമപരമായ നടപടികൾ ആണ് എടുക്കാനുള്ളത്. അതിനെ സംബന്ധിച്ചിട്ടുള്ള പരാതി പോലീസ് സ്റ്റേഷനിൽ കൊടുക്കാം. കാരണം വിവാഹിതയായ ഒരു സ്ത്രീ മറ്റൊരു പുരുഷനുമായി ബന്ധപ്പെടുന്നുണ്ടെങ്കിൽ അതിൽ നിന്നും എന്തെങ്കിലും തരത്തിലുള്ള നിയമ നടപടികൾ സ്വീകരിച്ചുകൊണ്ട് തന്നെ ആ ബന്ധത്തിൽ നിന്നും സ്ത്രീയെ പിന്മാറ്റാം. പക്ഷേ ഒരു കാര്യമുണ്ട്, ശരിക്കും പ്രായപൂർത്തിയായ ഒരു ആണിനും പെണ്ണിനും അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ബന്ധപ്പെടുന്നതിൽ ഒരു നിയമവും തടസ്സം പറയുന്നില്ല. പക്ഷേ അവർ വിവാഹിതയാണെങ്കിൽ, വിവാഹിതയായ ഒരു സ്ത്രീ അന്യപുരുഷനുമായി ബന്ധം സ്ഥാപിക്കുന്നുണ്ടെങ്കിൽ, ശാരീരിക ബന്ധം ഉൾപ്പെടെ സ്ഥാപിക്കുന്നുണ്ടെങ്കിൽ അത് നിയമം അനുവദിക്കുന്ന കാര്യം അല്ല എന്നുള്ളതാണ്. അങ്ങനെ ആയതുകൊണ്ട് തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇവിടെ പലപ്പോഴും സ്ത്രീകൾക്ക് പറ്റുന്ന ഒരു വലിയ തെറ്റ് എന്ന് പറയുന്നത് അടുപ്പം സ്ഥാപിക്കുന്ന വ്യക്തിയുടെ ഉദ്ദേശം എന്താണ് എന്ന് വ്യക്തമായി മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഈ ഗോൾഡും പണവുമൊക്കെ എടുക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കപ്പെട്ട ബന്ധമാണോ? അങ്ങനെ ആണെന്നാണ് മാതാവ് പറയുന്നത്. പക്ഷേ അതിൻ്റെ യാഥാർത്ഥ്യം ഒന്നും തന്നെ ആത്മഹത്യാക്കുറിപ്പിൽ എഴുതിയിട്ടുമില്ല. ബോയ് ഫ്രണ്ടിനെ കുറിച്ചോ അയാൾ ഈ ഗോൾഡെല്ലാം വാങ്ങിയതിനെ കുറിച്ചോ റസീന അവരുടെ സൂയിസൈഡ് നോട്ടിനകത്ത് എഴുതിയിട്ടുമില്ല. പോലീസിന് അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ അന്വേഷണം നടത്താം എന്നുള്ളതല്ലാതെ വ്യക്തമായ തെളിവുകൾ ഉണ്ടെങ്കിൽ മാത്രമേ മറ്റ് നടപടികൾ എടുക്കാൻ കഴിയുകയുള്ളൂ. ഇയാൾ ഒളിവിലാണ്, കാമുകൻ ഒളിവിലാണ്. അത് നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം, ഇത്തരം ഒരു അവസ്ഥ വരുമ്പോൾ എന്താണ് യാഥാർത്ഥ്യം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ മുന്നിട്ടിറങ്ങേണ്ട ഈ വ്യക്തികൾ ഒളിച്ചു കളിക്കുന്നതും കൂടി കാണുമ്പോഴാണ് ചില ബന്ധങ്ങൾ ശരിയായ നിലയിൽ ആയിരുന്നില്ല എന്ന് നമുക്ക് പറയേണ്ടി വരുന്നതും.